നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ ശക്തൻ നഗറിൽ നിയന്ത്രണം വിട്ട KSRTC ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമ ഇടിച്ചു തകർത്തു. പുലർച്ചെ 3 മണിക്കുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. തകർന്ന പ്രതിമ KSRTCയുടെ ചെലവിൽ പുനഃസ്ഥാപിക്കും. ഇക്കാര്യം ഗതാഗത മന്ത്രി ഉറപ്പു നൽകിയതായി റവന്യൂ മന്ത്രി K. രാജൻ. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 മരണം. കഞ്ചിക്കോട് അജ്ഞാത വാഹനമിടിച്ച് ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് തെറിച്ചു വീണ് 2 യുവാക്കൾ മരിച്ചു. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന യുവാക്കൾ മഴയത്ത് തെന്നി വീണതാകാമെന്നും സംശയം. ദേശമംഗലം ആറങ്ങോട്ടുകരയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനടയാത്രികയ്ക്ക് ദാരുണാന്ത്യം. തൃശൂർ ചാഴൂരിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. SNDP ഒറ്റപ്പാലം യൂണിയൻ പൊതുയോഗവും കുടുംബസംഗമവും കുളപ്പുള്ളിയിൽ. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തിന് സ്വാഗത സംഘമായി. ഈ വർഷത്തെ ചതയ ദിനാഘോഷം കുളപ്പുള്ളിയിൽ. അപകടക്കണിയായി പത്തിരിപ്പാലയിൽ പാതയോരത്തെ തകർന്ന സ്ലാബുകൾ. സംസ്ഥാന പാതയ്ക്ക് സമീപം ചന്ദനപ്പുറത്തെ അഴുക്കുചാൽ മൂടിയ സ്ലാബുകൾ ഭീഷണിയാകുന്നത് കാൽനടയാത്രക്കാർക്ക്. തകർന്ന സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് പാലക്കാട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ബോധവൽക്കരണ സൈക്കിൾ റാലി. വിവിധ ഭാഗങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടു. പരിസ്ഥിതി സംരക്ഷണം പൊതുജനങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ K. വിജയാനന്ദൻ IFS. പട്ടാമ്പിയുടെ ജനകീയ ഡോക്ടർ ജോസ് പുളിക്കൽ ഇനി ഓർമ്മ. വിട പറഞ്ഞത് ആതുര സേവനത്തിന്റെ മഹിമ ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വം. അന്ത്യം ആമാശയ അർബുദത്തെ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. തൃശൂരിൽ KSRTC ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമ ഇടിച്ചു തകർത്തു. ശക്തൻ നഗറിൽ പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. തകർന്ന പ്രതിമ KSRTCയുടെ ചെലവിൽ പുനഃസ്ഥാപിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉറപ്പു നൽകിയതായി സ്ഥലം സന്ദർശിച്ച റവന്യൂ മന്ത്രി K. രാജൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTCയുടെ ലോ ഫ്ലോർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അതേസമയം തൃശൂരിൽ KSRTC ബസ് ഇടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ KSRTCയുടെ ചെലവിൽ പുനഃസ്ഥാപിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉറപ്പു നൽകിയതായി റവന്യൂ മന്ത്രി K. രാജൻ അറിയിച്ചു. പ്രതിമയുടെ ശില്പികളുമായി കൂടിയാലോചിച്ച് എത്രയും വേഗത്തിൽ പ്രതിമ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കും. സ്ഥലം സന്ദർശിച്ച ശേഷമാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓരോ ഘട്ടത്തിലും ശക്തൻ തമ്പുരാന് അഭിവാദ്യം അർപ്പിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമാണ്. അതിങ്ങനെ തകർന്ന് കടന്നുകൂടാ. അതുകൊണ്ട് KSRTCയോട് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും വിധത്തിലുള്ള ആവശ്യം നടത്തി കർശനമായും ഈ പ്രതിമ അവിടെ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും KSRTC തന്നെ, ട്രാൻസ്പോർട്ട് വകുപ്പ് തന്നെ ചെയ്യാം എന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എല്ലാവരുമായി കൂടിയാലോചിച്ച്, നേരത്തെ ഇതിന് രൂപകൽപ്പന ചെയ്തവരും അതിൻ്റെ ശില്പികളുമായി കൂടിയാലോചിച്ച് ഇതുപോലെ തന്നെ നിലനിർത്താൻ എന്തൊക്കെയാണോ വേണ്ടത് അതിൻ്റെ സാമ്പത്തിക സഹായം ഉൾപ്പെടെ എല്ലാം KSRTC ചെയ്ത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പുനഃസ്ഥാപിക്കും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തൃശൂർ MLA P. ബാലചന്ദ്രനും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കഞ്ചിക്കോട്ട് അജ്ഞാത വാഹനമിടിച്ച് ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് തെറിച്ചു വീണ് 2 യുവാക്കൾ മരിച്ചു. കഞ്ചിക്കോട്ട് റെയിൽവേ സ്റ്റേഷൻ റോഡ് ശ്രീവത്സത്തിൽ നാരായണന്റെ മകൻ 27 വയസ്സുള്ള സായി പ്രസാദ്, അയൽവാസി അനുഗ്രഹ വീട്ടിൽ ശ്രീനിവാസന്റെ മകൻ 28 വയസ്സുള്ള വിഷ്ണു എന്നിവരാണ് മരിച്ചത്. ഇരുചക്രവാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന യുവാക്കൾ മഴയത്ത് ദേശീയപാതയിൽ നിന്ന് തെന്നി വീണതാകാമെന്നും കരുതുന്നു. കഴിഞ്ഞ രാത്രി കഞ്ചിക്കോട് ദേശീയപാതയിലാണ് അപകടം. അജ്ഞാത വാഹനമിടിച്ചാണ് അപകടം സംഭവിച്ചതെന്ന് വീട്ടുകാർ മൊഴി നൽകി. അതേസമയം മഴയാണോ കാരണമെന്ന് വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സർവീസ് റോഡിൽ വീണുകിടന്ന ഇരുവരെയും അഗ്നിരക്ഷാസേന ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സായി പ്രസാദും വിഷ്ണുവും പുതുശ്ശേരിയിലെ സുഹൃത്തിനെ കണ്ട് മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് അപകട കാരണം കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചതായി കസബ പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ദേശമംഗലം ആറങ്ങോട്ടുകരയിൽ നിയന്ത്രണം വിട്ടെത്തിയ കാറിടിച്ച് കാൽനടയാത്രക്കാരി മരിച്ചു. മേഴത്തൂർ കോടനാട് തുമ്പപ്പറമ്പിൽ വീട്ടിൽ മണികണ്ഠന്റെ ഭാര്യ 52 വയസ്സുകാരി രാധയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന കാക്കശ്ശേരി വീട്ടിൽ ശിവന്റെ ഭാര്യ വസന്തയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് 5:30 ദേശമംഗലം അറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയിൽ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന രാധയെയും വസന്തയെയും നിയന്ത്രണം തെറ്റിവന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തൊട്ടടുത്ത ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് കാർ നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ രാധ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വസന്ത മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. രാധയും വസന്തയും പരിസര പ്രദേശങ്ങളിലെ വീടുകളിലും കടകളിലും ഫിനോയിൽ വിൽപ്പന നടത്തിയാണ് ഉപജീവനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ ചാഴൂർ തെക്കേയാലിന് സമീപം നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. പഴുവിൽ സ്വദേശി ഗോപിയാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. പെരിങ്ങോട്ടുകര ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആൽ സ്റ്റോപ്പിന് സമീപം വളവിൽ തട്ടുകടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. എതിർവശത്തുള്ള ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ച ശേഷം തട്ടുകടയുടെ മുന്നിൽ പത്രം വായിക്കാൻ വന്നിരുന്നതായിരുന്നു ഗോപി. ഇതിനിടെയാണ് കാർ ഇടിച്ചു കയറിയത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പിയുടെ ജനകീയ ഡോക്ടർ ഇനി ഓർമ്മ. തൃശൂരിൽ നിന്നെത്തി 41 വർഷം പട്ടാമ്പിയിൽ സ്ഥിരതാമസമാക്കിയ ഡോക്ടർ ജോസ് പുളിക്കൽ പട്ടാമ്പിക്കാർക്ക് ഏറെ സുപരിചിതനായിരുന്നു. പട്ടാമ്പിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നാനാതുറയിൽപ്പെട്ട നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ തൃശൂരിലെ മണ്ണമ്പേട്ട സെന്റ് മേരീസ് ഇമാക്കുലേറ്റ് ചർച്ചിൽ നടക്കും. വേഗത്തിൽ രോഗശമനം കിട്ടുന്ന കർക്കശത്തോടെയുള്ള കാരുണ്യസ്പർശം ഇനിയില്ല. പട്ടാമ്പിക്കാരുടെ സ്വന്തം ഡോക്ടർ ജോസ് പുളിക്കൻ ഇനി ഓർമ്മ മാത്രം. കാരുണ്യത്തിൻ്റെയും ദയയുടെയും ആർദ്രതയുടെയും ആൾരൂപമായ പട്ടാമ്പിക്കാരുടെ ഡോക്ടർ ജോസ് പുളിക്കൻ എല്ലാവരെയും വിട്ടുപിരിഞ്ഞത് ഞായറാഴ്ച പുലർച്ചെ 12:30 ആമാശയ അർബുദത്തെ തുടർന്ന് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ വെച്ചായിരുന്നു അന്ത്യം. 74 വയസ്സായിരുന്നു. തൃശൂർ മണ്ണമ്പേട്ടയിൽ ആന്റണി പുളിക്കൻ, ഏലിക്കുട്ടി ആന്റണി എന്നിവരുടെ മകനായി ജനിച്ച അദ്ദേഹം പട്ടാമ്പിയിൽ സ്ഥിരതാമസമാക്കിയിട്ട് 41 വർഷമായി. ആകെ 49 വർഷം ഡോക്ടറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം പട്ടാമ്പി താലൂക്ക് സർക്കാർ ആശുപത്രി, കൊപ്പം കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ ആശുപത്രി സൂപ്രണ്ടായിട്ടുണ്ട്. 1977 മുതൽ സർക്കാർ ഹെൽത്ത് വിഭാഗത്തിൽ പ്രവർത്തിച്ചു. സ്വവസതിയിൽ ചികിത്സയ്ക്കെത്തുന്നവരിൽ നിന്നും ഫീസ് നിർബന്ധമാക്കാറില്ല. വേഗത്തിൽ രോഗശമനം കിട്ടുന്ന കർക്കശത്തോടെയുള്ള കാരുണ്യസ്പർശം പട്ടാമ്പിക്കാർക്ക് ഏറെ സുപരിചിതൻ. ഡോക്ടറുടെ കാരുണ്യസ്പർശം കിട്ടാത്ത പട്ടാമ്പിക്കാരും നന്നേ കുറവാണ്. ഡോക്ടറുടെ മൃതദേഹം പട്ടാമ്പിയിലെ സ്വവസതിയിൽ വൈകിട്ട് മണിക്കൂറുകളോളം പൊതുദർശനത്തിന് വെച്ചു. പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിൻ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങി വിവിധ തുറകളിൽപ്പെട്ട നിരവധി പേർ അദ്ദേഹത്തെ അവസാനമായി കാണാൻ വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ജോസ് ഡോക്ടർ പട്ടാമ്പിയുടെ ഒരു ജനകീയ ഡോക്ടറാണ്. ഏത് സമയത്തും ആളുകൾക്ക് വരാം. മാത്രമല്ല വളരെ കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ ചികിത്സ കൊടുക്കുന്നതിൽ ഒരു നല്ല അഗ്രഗണ്യനായിട്ടുള്ളൊരു ഡോക്ടറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫീസ് ഒരു പ്രശ്നമായിരുന്നില്ല. മാത്രമല്ല വളരെ കുറഞ്ഞ മരുന്നുകൾ മാത്രം ആളുകൾക്ക് എഴുതി കൊടുക്കും. മാത്രമല്ല ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് അവരോട് തന്നെ ചോദിക്കും പെട്ടെന്ന് മാറണോ അല്ലെങ്കിൽ കുറച്ച്, അതിനനുസരിച്ച് ഡോസ് അടക്കം നോക്കി ആളുകൾക്ക് വേറെ പ്രശ്നങ്ങളില്ലാതെ കൊടുക്കുന്ന ഒരു ഡോക്ടറാണ്. പട്ടാമ്പിക്കാരുടെ ഹൃദയം കീഴടക്കിയ ആളായിരുന്നു ഡോക്ടർ ശ്രീ ജോസ് പുളിക്കൽ. പട്ടാമ്പിയിലെ സാധാരണക്കാരായ ആളുകൾക്കും രോഗികൾക്കും എല്ലാം തന്നെ വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു. പട്ടാമ്പിയിലെ ഒരു ജനകീയ ഡോക്ടറായിട്ടുള്ള ജോസ് ഡോക്ടറുടെ മരണം വിശ്വസിക്കാൻ പറ്റാത്തതാണ്. നമുക്കറിയാം, സാധാരണക്കാരായ ആളുകളെ വളരെ നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ട് കുറഞ്ഞ ചെലവിൽ പരിചരണം നൽകിക്കൊണ്ട് സാധാരണക്കാരായ ഒരു ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു ജോസ്. ജനകീയ ഡോക്ടറായിരുന്നു. പട്ടാമ്പിക്കാരായിട്ടുള്ള ആളുകൾക്ക് പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഏത് രോഗിയെയും അടുത്തറിയുന്ന ബന്ധമുള്ള ഡോക്ടറാണ് ഡോക്ടർ. തിങ്കളാഴ്ച രാവിലെ 6:30 മുതൽ തൃശൂർ മണ്ണമ്പേട്ടയിലെ കുടുംബവസതിയിലും പൊതുദർശനത്തിന് വയ്ക്കും.
തുടർന്ന് 10:30 മണ്ണമ്പേട്ട സെന്റ് മേരീസ് ഇമ്മാക്കുലേറ്റ് ചർച്ചിൽ മൃതദേഹം സംസ്കരിക്കും. ഭാര്യ റെറ്റി ജോസ്, മക്കൾ ആന്റണി പുളിക്കൻ, റെജി പുളിക്കൻ, ഡോക്ടർ ലിൻസി പുളിക്കൻ. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ക്ഷീരകർഷകരുടെ ക്ഷേമത്തിന് സർക്കാർ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെന്ന് എ. പ്രഭാകരൻ MLA. പാലക്കാട് എലപ്പുള്ളി എണ്ണപ്പാടം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ വിവിധ വികസനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു MLA. ചടങ്ങിൽ ക്ഷീരകർഷകർക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. പങ്കെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയില്ല. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഈ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കന്നുകാലികൾ നോക്കുന്നുള്ള ഒരു അവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ എന്ത് കൊടുത്താലും അധികമല്ല പറയാം, അത്രമാത്രം പ്രശ്നമാണ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ കൃഷിക്കാരൻ്റെ വീട്ടിലാണെങ്കിൽ മാട് കന്നുകളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ സ്വാഭാവികമായി അത് സീസൺ വർക്കായിട്ട് ആരെയും ചുമതലപ്പെടുത്തിയിട്ട് പോകണം. കന്നുകാലികൾ വളർത്തുന്നതിന് വേറെ ആരെയും ചുമതലപ്പെടുത്തിയിട്ട് പോകാൻ പറ്റില്ല. അത്ര വലിയ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് പോലും ഈ കന്നുകാലികളെ സംരക്ഷിക്കാനും രാജ്യത്ത് പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പ്രവർത്തിക്കുന്ന ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം എന്തും കൊടുത്താലും അധികം പറ്റല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കഠിന പ്രയത്നം നടത്തുന്ന പല ക്ഷീരകർഷകരുടെയും കാര്യങ്ങൾ ഇപ്പോഴും പരിതാപകരമാണെന്ന് എ. പ്രഭാകരൻ MLA ചൂണ്ടിക്കാട്ടി. ക്ഷീരകർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നതെന്നും എ. പ്രഭാകരൻ പറഞ്ഞു. സംഘം പ്രസിഡന്റും മിൽമ മലബാർ യൂണിയൻ ചെയർമാനുമായ KS മണി അധ്യക്ഷത വഹിച്ചു. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. രേവതി ബാബു, ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C. വിശാലാക്ഷി, പഞ്ചായത്ത് അംഗങ്ങളായ V. സന്തോഷ്, K. സുനിത, പാലക്കാട് ഡയറി മാനേജർ ഷീജ എലിയാസ്, സൂപ്പർവൈസർ K. ജുബിത തുടങ്ങിയവർ പ്രസംഗിച്ചു. ഏറ്റവും കൂടുതൽ പാലളന്ന ക്ഷീരകർഷകരെയും ക്ഷീരമേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തിയവരെയും വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന് ചെറുതുരുത്തിയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം നിയോജകമണ്ഡലങ്ങളിലെ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി പറയാനെത്തിയ K. രാധാകൃഷ്ണന് ചെറുതുരുത്തിയിൽ പ്രവർത്തകർ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പിള്ളി, ഷെയ്ഖ് അബ്ദുൽ ഖാദർ, M. സുലൈമാൻ, KV നഫീസ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, സുഹൃത്തുക്കളെ, സഖാക്കളെ, കഴിഞ്ഞ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പ്രബുദ്ധരായ എല്ലാ വോട്ടർമാരോടും പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോടും സഹോദരി സഹോദരന്മാരോടും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. SNDP യോഗം ഒറ്റപ്പാലം യൂണിയൻ വിശേഷാൽ പൊതുയോഗവും കുടുംബസംഗമവും കുളപ്പുള്ളി SN കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. യോഗം കൗൺസിലർ KD രമേശ് അടിമാലി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ ചതയ ദിനാഘോഷം കുളപ്പുള്ളിയിൽ നടത്താൻ യോഗം തീരുമാനിച്ചു. ആശയങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റുപാടി നടക്കുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ എന്താണ് SNDP യോഗം? മറ്റൊരു കാര്യം കൂടെ നമ്മൾ സ്മരിക്കേണ്ടത്, 924 ശ്രീനാരായണ ഗുരുദേവ ഉത്പാദങ്ങൾ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ട് വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷമാണ്. ദീപാർപ്പണം, ഗുരുസ്മരണ എന്നിവയോടെ ആരംഭിച്ച ചടങ്ങിൽ SNDP ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് M. അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CC ജയൻ സ്വാഗതം പറഞ്ഞു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ C. സതീശൻ, KR ബാലൻ, B. വിജയകുമാർ, യോഗം കൗൺസിലർമാരായ ചോലക്കൽ ശ്രീകുമാർ, സോമസുന്ദരൻ, മനോജ് മാസ്റ്റർ, സേതു, സുരേഷ്, വനിതാ സംഘം പ്രസിഡന്റ് രത്നകുമാരി, സുമതി സുബ്രഹ്മണ്യൻ, രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് അനിൽ രാജ്, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളായ പ്രവീൺ, ജോഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. ചതയദിനാഘോഷം കുളപ്പുള്ളിയിൽ നടത്താൻ പൊതുയോഗത്തിൽ തീരുമാനമായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
സംസ്ഥാന പാതയ്ക്ക് സമീപം അഴുക്കുചാലിലെ തകർച്ചയിലായ സ്ലാബ് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. പത്തിരിപ്പാല ചന്ദനപ്പുറത്തെ അഴുക്കുചാലിലെ സ്ലാബുകളാണ് കാൽനട യാത്രികർക്ക് ഭീഷണി ഉയർത്തുന്നത്. മാസങ്ങളായി സ്ലാബ് തകർന്നിട്ടും ബന്ധപ്പെട്ട അധികൃതർക്ക് അനക്കമില്ല. മഴ കൂടുതലായാൽ ചാലിലെ മലിനജലം പൊട്ടിയ സ്ലാബിൽ നിന്നും സംസ്ഥാന പാതയിലേക്കും കടകൾക്ക് മുന്നിലേക്കും ഒഴുകുന്ന കാഴ്ച നിത്യസംഭവമാണ്. കാൽനടക്കാരാണ് അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലും. ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധ പതിയണമെന്നാണ് ജനകീയ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പരിസ്ഥിതി സംരക്ഷണം പൊതുജനങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണെന്ന് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ IFS. പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് പാലക്കാട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം സംഘടിപ്പിച്ച ബോധവൽക്കരണ സൈക്കിൾ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി ആരണ്യഭവൻ പരിസരത്ത് അന്യമായിക്കൊണ്ടിരിക്കുന്ന കുടപ്പന തൈ നട്ടു. ചെറിയൊരു കുളം കുളിക്കാനായിട്ട് നിങ്ങളെല്ലാം കൂടി നമ്മൾ കൂടിയിട്ട് ഒരു കുളം കുളിച്ചാൽ അത് ഭയങ്കര സപ്പോർട്ടാണ്. അൺവേഴ്സിക്കും അവിടുത്തെ കാലാവസ്ഥയ്ക്കും ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പാലക്കാട് മേഖല എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഡ്രൈ ലൊക്കേഷൻ ആണല്ലോ. കൂടുതൽ നമുക്ക് മഴ കിട്ടാതെ ഒരു പ്രദേശമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറേ ഈ വന്യജീവി സംഘർഷം നടക്കുന്നുണ്ടല്ലോ. കുറേ മൃഗങ്ങൾ പുറത്ത് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളെല്ലാം കണക്കെടുത്തപ്പോൾ നമ്മളിപ്പോൾ പറമ്പിലും പോണ പലമേലയിൽ നമ്മൾ നോക്കിയാൽ ഓരോരോ 2 സ്ക്വയർ കിലോമീറ്ററിലും ഒരു വാട്ടർ ബോഡി ഉണ്ട്. സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സിബിൻ NT അധ്യക്ഷത വഹിച്ചു. റേഞ്ച് ഓഫീസർമാരായ ബിനീഷ് കുമാർ, വിവേക്, ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ, അഡ്വക്കേറ്റ് ലിജോ പനങ്ങാടൻ എന്നിവർ സംസാരിച്ചു. റാലി കടന്നുപോയ വഴിയിൽ പയറ്റാങ്കുന്നത്ത് അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. NSS എഞ്ചിനീയറിംഗ് കോളേജിലും റാലിയിൽ പങ്കെടുത്തവർ വൃക്ഷത്തൈകൾ നട്ടു. മലമ്പുഴ ആശ്രമം സ്കൂൾ സന്ദർശിച്ച സൈക്കിൾ റാലി വാളയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ സമാപിച്ചു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ C ഗിരീഷ്, മോഹനചന്ദ്രൻ, സുനിൽ ഫിലിപ്പ്, ഫോർട്ട് ഫെഡറേഷൻ സെക്രട്ടറി K ജയറാം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കീഴായൂർ EMS സ്മാരക കലാസമിതി വായനശാലയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും രക്തദാന സേന രൂപീകരണവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ് ഉദ്ഘാടനം ചെയ്തു. കീഴായൂർ സർക്കാർ UP സ്കൂളിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. കീഴായൂർ EMS സ്മാരക കലാസമിതി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ റെഡ്ഡീസ് ബ്ലഡ് ഇൻ കേരളയും തൃശൂർ IMA ബ്ലഡ് ബാങ്കിൻ്റെയും സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പും രക്തദാന സേന രൂപീകരണവും സംഘടിപ്പിച്ചത്. അത്താണിയാകുന്നത് എവിടെയാണോ അവിടെ കൂടി ചെല്ലുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സഹജമായൊരു സ്വഭാവമാണ്. അങ്ങനെ പട്ടാമ്പിയിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അത്താണിയായി മാറിയ ഒരു മനുഷ്യൻ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കും. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് ലഭിക്കുന്ന ഒരു സ്നേഹവും ലാളനയൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. എല്ലാവർക്കും അവരുടേതായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പേന പോലും അല്ലേ, ലോകത്ത് പിങ്ക് നിറത്തിൽ മഷി ഉപയോഗിച്ച് എഴുതുന്ന വേറൊരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ചടങ്ങിൽ വിജയൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, K രാജൻ മാസ്റ്റർ, ആനന്ദവല്ലി, ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിലെ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പെരിങ്ങോട്ടുകുറിശി യൂത്ത് കോൺഗ്രസ് KSU മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായാണ് അനുമോദന പരിപാടി സംഘടിപ്പിച്ചത്. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. പരിപാടി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK അഖിൽ അധ്യക്ഷനായി. KSU പാലക്കാട് ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി മുഖ്യാതിഥിയായി. യൂത്ത് കോൺഗ്രസ് തരൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് റിനാസ് യൂസഫ്, KSU പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി അബു താഹിർ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ദീപ ഗിരീഷ്, അഡ്വക്കേറ്റ് ലളിതകുമാരി, മുൻ CDS ചെയർപേഴ്സൺ TK സുജിത, സഹകരണ ബാങ്ക് ഡയറക്ടർ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ അഡ്വക്കേറ്റ് അഭിഷേക് രാംദാസ് സ്വാഗതവും KSU മണ്ഡലം പ്രസിഡന്റ് KK അഖിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശങ്കരമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു.
അനുമോദന യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടായിൽ ഉദ്ഘാടനം ചെയ്തു. അവരെ ആദരിക്കുക, അവരുടെ ആത്മവിശ്വാസത്തെ കൂടുതൽ പരിപോഷിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഇത്തരം സംഘടനകളും ഏകോപന സമിതിയും ഏറ്റെടുക്കുന്നത്. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ മക്കളിലേക്ക് ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതവരെ പഠിപ്പിക്കേണ്ടത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വിജയിച്ച നമ്മുടെ മക്കളോടൊപ്പം അവരുടെ കൊച്ചു വിജയങ്ങൾ പോലും ഈ സമൂഹം വളരെ താല്പര്യത്തോടും പ്രാധാന്യത്തോടും കൂടിയാണ് കാണുന്നത് എന്നത് അവരിൽ ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം അത് വളരെ വലുതാണ്. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ശങ്കരമംഗലം യൂണിറ്റിലെ വ്യാപാരികളുടെ മക്കളെയാണ് പരിപാടിയിൽ അനുമോദിച്ചത്. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് KP റസാഖ് അധ്യക്ഷനായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി അൻസാർ ചന്തപുരയിൽ സ്വാഗതം ആശംസിച്ചു. കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് ഷാജി, പട്ടാമ്പി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സന്തോഷ് പട്ടാമ്പി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. പരിപാടിയിൽ വെച്ച് MBBS പരീക്ഷ വിജയിച്ച ഡോക്ടർ ഷിഫാസ് ശങ്കരമംഗലം, ജീവകാരുണ്യ രംഗത്ത് സജീവമായ വെസ്റ്റ്ഫോർട്ട് പള്ളിപ്പാട് യൂണിറ്റിന്റെ ചാരിറ്റി രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ദാസൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. യൂണിറ്റ് രക്ഷാധികാരി മുഹമ്മദ് ഹാജി, വർക്കിംഗ് പ്രസിഡന്റ് NT ഹൈദർ, ട്രഷറർ അബ്ദുൽ ലത്തീഫ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഫാരിസ് മഹ്മൂദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം മാങ്കുറിശി ശാഖയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും നടത്തി. പരിപാടി മാങ്കുറിശി UP സ്കൂളിലെ പ്രധാന അധ്യാപകൻ പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻ വിളക്കോ അല്ലെങ്കിൽ ഒരു ഉത്സവമോ അല്ലെങ്കിൽ അമ്പലത്തില് ഒരു വലിയ പൂജാ പരിപാടികളൊക്കെ നടത്തിയാൽ മതിയല്ലോ അല്ലെ? കുട്ടികൾക്ക്, ഈ പിഞ്ചു കുട്ടികൾക്ക് പുസ്തകം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നാട്ടില് വയ്യാതെ കിടക്കുന്നവരെ മരുന്ന് വാങ്ങി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ യഥാർത്ഥ ഈശ്വരാരാധന പറയുന്നത് ഇവര് ചെയ്യുന്ന ഈ നല്ല പ്രവൃത്തിയാണ്. അത് ചടങ്ങിൽ SSLC +2 പരീക്ഷയിൽ സമ്പൂർണ്ണ A+ നേടിയ 10ഓളം വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. കൂടാതെ മാങ്കുറിശി UP സ്കൂളിലെ 250ഓളം വരുന്ന കുട്ടികൾക്ക് പഠനോപകരണവും വിതരണം ചെയ്തു. പരിപാടിയിൽ KA ജയപ്രകാശ് കാവപുര അധ്യക്ഷനായി. KK വിശ്വനാഥൻ, V സുജിൻ മാസ്റ്റർ, KB ബിജേഷ് കൂരാത്ത്, MA മണികണ്ഠൻ, സന്ദീപ്, MT ഗിരീഷ്, KC രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ദീർഘകാലം നെഹ്റു യുവകേന്ദ്ര പാലക്കാട് ജില്ലാ യൂത്ത് കോർഡിനേറ്ററും NYK ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ റീജിയണൽ ഡയറക്ടറുമായി പ്രവർത്തിച്ച് ഔദ്യോഗിക പദവിയിൽ നിന്ന് വിരമിക്കുന്ന കുഞ്ഞഹമ്മദിന് പാലക്കാട് സ്നേഹസംഗമം ഒരുക്കി. സംഗമം എഴുത്തുകാരൻ മുണ്ടൂർ സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. NYK ജില്ലാ യൂത്ത് കോർഡിനേറ്റർ എന്ന നിലയിൽ പാലക്കാട് ജില്ലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കുഞ്ഞഹമ്മദിന് കഴിഞ്ഞിരുന്നുവെന്ന് സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്ത മുണ്ടൂർ സേതുമാധവൻ പറഞ്ഞു. അട്ടപ്പാടിയിലെ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഗുണകരമാകുന്ന ഒട്ടേറെ പദ്ധതികൾ കുഞ്ഞഹമ്മദിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കി. യുവസമൂഹ ശാക്തീകരണം, പ്രകൃതി സംരക്ഷണം, ആരോഗ്യ പരിപാലനം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചാലും തൻ്റെ അനുഭവങ്ങൾ സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം മുൻപന്തിയിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും മുണ്ടൂർ സേതുമാധവൻ പറഞ്ഞു. കുഞ്ഞഹമ്മദും സുഹൃത്തുക്കളും കൂടി ഞാൻ ഏറ്റവും അതിൽ ശ്രദ്ധിച്ച് താല്പര്യപൂർവ്വം പങ്കെടുത്തത് ഗിരിവികാസിലാണ്. ഗിരിവികാസ് എന്നത് അട്ടപ്പാടിയെപ്പോലുള്ള ആദിവാസി മേഖലയിലെ അന്ന് കേട്ടോ ആ വിദ്യാഭ്യാസ സമ്പ്രദായം മാറി. 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങളിലും കൂടി 30 മാർക്കെങ്കിലും കിട്ടിയിട്ടില്ലാത്ത കുട്ടികൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെയുള്ള കുട്ടികളെ ഒരു തരം ദത്തെടുത്ത് കൊണ്ടുവരലാണ് നെഹ്റു യുവകേന്ദ്ര ചെയ്യുന്നത്. അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ PK കണ്ണദാസ് അധ്യക്ഷത വഹിച്ചു. TN മനോഹരൻ, കാസിം അലയൻ, P കൃഷ്ണൻ, രാജൻ, വിവിധ യൂത്ത് ക്ലബ്ബ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്പോർട്സ്. 46ാമത് കേരള സ്റ്റേറ്റ് ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായി പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജ്. ചാമ്പ്യൻഷിപ്പ് പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. ആം റെസ്ലിംഗ് ഇന്റർനാഷണൽ ചാമ്പ്യൻ ജോബി മാത്യു അധ്യക്ഷനായ പരിപാടിയിൽ സഹീർ മുഹമ്മദ് സ്വാഗതം പറഞ്ഞു.
ഇന്റർനാഷണൽ റഫറി റാഫേൽ, സുബൈർ, സലാം, സംഗീത് സാഗർ, വിനീത്, തമിഴ്നാട് ആം റെസ്ലിംഗ് അസോസിയേഷൻ സെക്രട്ടറി ഇളങ്കോവൻ, രാമകൃഷ്ണൻ, മുഹമ്മദ് റാഫി തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും 300ഓളം കായിക താരങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ശക്തൻ നഗറിൽ നിയന്ത്രണം വിട്ട KSRTC ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമ ഇടിച്ചു തകർത്തു. പുലർച്ചെ 3 മണിക്കുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. തകർന്ന പ്രതിമ KSRTCയുടെ ചെലവിൽ പുനഃസ്ഥാപിക്കും. ഇക്കാര്യം ഗതാഗത മന്ത്രി ഉറപ്പു നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 മരണം. കഞ്ചിക്കോട് അജ്ഞാത വാഹനമിടിച്ച് ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് തെറിച്ചു വീണ് 2 യുവാക്കൾ മരിച്ചു. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന യുവാക്കൾ മഴയത്ത് തെന്നി വീണതാകാമെന്നും സംശയം. ദേശമംഗലം ആറങ്ങോട്ടുകരയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനടയാത്രികയ്ക്ക് ദാരുണാന്ത്യം. തൃശൂർ ചാഴൂരിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചുകയറി ഒരാൾ മരിച്ചു. SNDP ഒറ്റപ്പാലം യൂണിയൻ പൊതുയോഗവും കുടുംബസംഗമവും കുളപ്പുള്ളിയിൽ. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തിന് സ്വാഗത സംഘമായി. ഈ വർഷത്തെ ചതയ ദിനാഘോഷം കുളപ്പുള്ളിയിൽ. അപകടക്കെണിയായി പത്തിരിപ്പാലയിൽ പാതയോരത്തെ തകർന്ന സ്ലാബുകൾ. സംസ്ഥാന പാതയ്ക്ക് സമീപം ചന്ദനപ്പുറത്തെ അഴുക്കുചാൽ മൂടിയ സ്ലാബുകൾ ഭീഷണിയാകുന്നത് കാൽനടയാത്രക്കാർക്ക്. തകർന്ന സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് പാലക്കാട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ബോധവൽക്കരണ സൈക്കിൾ റാലി. വിവിധ ഭാഗങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടു. പരിസ്ഥിതി സംരക്ഷണം പൊതുജനങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ IFS. പട്ടാമ്പിയുടെ ജനകീയ ഡോക്ടർ ജോസ് പുളിക്കൽ ഇനി ഓർമ്മ. വിട പറഞ്ഞത് ആതുര സേവനത്തിന്റെ മഹിമ ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വം. അന്ത്യം ആമാശയ അർബുദത്തെ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.